രാജസ്ഥാനെതിരായ കഴിഞ്ഞ മത്സരത്തിൽ 6 വിക്കറ്റുകളുടെ പരാജയമാണ് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് ഏറ്റുവാങ്ങിയത്. മത്സരത്തിൽ 183 എന്ന ശക്തമായ സ്കോർ സ്വന്തമാക്കിയിട്ടും ഇത് പ്രതിരോധിക്കാൻ ബാംഗ്ലൂരിൻ്റെ ബൗളർമാർക്ക് സാധിച്ചില്ല. മത്സരത്തിലെ പരാജയത്തിന് പ്രധാന കാരണമായി മാറിയത് വ്യത്യസ്തമായ പിച്ചാണ് എന്ന് ബാംഗ്ലൂർ നായകൻ ഡുപ്ലസിസ് പറയുകയുണ്ടായി. മാത്രമല്ല, മത്സരത്തിൽ ടോസ് നേടിയ ശേഷം ബോളിംഗ് തിരഞ്ഞെടുക്കാനുള്ള സഞ്ജു സാംസന്റെ തീരുമാനമാണ് മത്സരഗതി മാറ്റിമറിച്ചത് എന്നും ഡുപ്ലസിസ് പറഞ്ഞു. രാജസ്ഥാൻ സ്പിന്നർമാരുടെ അവിസ്മരണീയ ബോളിംഗ് പ്രകടനത്തെയും ഡുപ്ലസിസ് പ്രശംസിക്കുകയുണ്ടായി. ആദ്യ ഇന്നിംഗ്സിൽ ഞങ്ങൾക്ക് ഈ വിക്കറ്റ് വളരെ ട്രിക്കിയായി തന്നെയാണ് തോന്നിയത്. അതിനാൽ തന്നെ 190 വളരെ മികച്ച സ്കോറാണ് എന്ന് ഞാൻ കരുതി. എന്നിരുന്നാലും 10-15 റൺസ് ഞങ്ങൾക്ക് കൂടുതൽ കൂട്ടിച്ചേർക്കാമായിരുന്നു എന്നും ഞാൻ കരുതിയിരുന്നു. പക്ഷേ മധ്യ ഓവറുകളിൽ അവരുടെ സ്പിന്നർമാർ വളരെ മികച്ച രീതിയിൽ പന്തെറിഞ്ഞു. ടോസ് നേടിയ ശേഷം ബോളിംഗ് തിരഞ്ഞെടുക്കാനുള്ള അവരുടെ തീരുമാനമാണ് മത്സരത്തിൽ നിർണായകമായത്. പിന്നീട് രണ്ടാം ഇന്നിംഗ്സിൽ മഞ്ഞുതുള്ളികളുടെ സാന്നിധ്യം കൂടിയായതോടെ ബാറ്റിംഗ് അവർക്ക് അനായാസമായി മാറിയെന്നും ഡുപ്ലസിസ് പറഞ്ഞു. വിരാട് കോഹ്ലി ഇന്നിംഗ്സിൻ്റെ അവസാന ഭാഗങ്ങളിൽ വളരെ നന്നായി കളിച്ചിരുന്നു. ഗ്രീനിനെ പോലുള്ള താരങ്ങൾ വരാനിരിക്കുന്ന സമയത്ത് അവസാന ഓവറുകളിൽ ഏറ്റവും അധികം റൺ സ്വന്തമാക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചത്. പക്ഷേ അവരുടെ സ്പിന്നർമാർക്കെതിരെ വമ്പൻ സ്കോറുകൾ കണ്ടെത്തുന്നതിൽ ഞങ്ങൾ പരാജയപ്പെട്ടു. പേസ് ബോളർമാർക്കെതിരെ ആക്രമണം അഴിച്ചുവിടാൻ വളരെ എളുപ്പമായിരുന്നു. പക്ഷേ സ്പിന്നർമാർക്കെതിരെ ഞങ്ങൾ ബുദ്ധിമുട്ടി. ശേഷം രണ്ടാം ഇന്നിംഗ്സിലേക്ക് എത്തിയപ്പോൾ പിച്ച് കൂടുതൽ നന്നായി. ബോൾ നന്നായി ബാറ്റിലേക്ക് വരുന്നതും കാണാമായിരുന്നു എന്നും ഡുപ്ലസിസ് കൂട്ടിച്ചേർത്തു. ആദ്യ 4 ഓവറുകളിൽ ഞങ്ങൾക്ക് നന്നായി പന്തെറിയാൻ സാധിച്ചു. ശേഷം ഒരു ഓവറിൽ 20 റൺസ് വിട്ടുകൊടുത്തതോടെയാണ് മത്സരം ഞങ്ങളുടെ കൈവിട്ടുപോയത്. അതോടെ പൂർണ്ണമായ സമ്മർദ്ദം ഞങ്ങളിലേക്ക് എത്തി. ഞങ്ങളുടെ ഫീൽഡിംഗ് ശരിയായിരുന്നു, എന്നാൽ അതിൽ പുരോഗതി ഇനിയും വരുത്തേണ്ടതുണ്ടെന്നും ഡുപ്ലസിസ് കൂട്ടിച്ചേർത്തു.